പ്രിയ മേടം രാശിക്കാരെ, മകരം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് അങ്ങേയറ്റം ഭാഗ്യകരമായ ദിവസമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് നിങ്ങളുടെ ധൈര്യത്തെയും നിശ്ചയദാർഢ്യത്തെയുംക്കാൾ നിങ്ങളുടെ ഭാഗ്യം ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന നിങ്ങളുടെ ഭാഗ്യദിനമാണിത്. പക്ഷേ ഇത് നിങ്ങളുടെ പ്രയത്നം കൊണ്ടല്ലെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളെ ഈ ഭാഗ്യത്തിന്റെയും നല്ല ഭാവിയുടെയും തരംഗത്തിൽ സഞ്ചരിക്കാൻ ഉപദേശിക്കുന്നു. കാരണം അത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. എന്നിരുന്നാലും വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരു പുതിയ സംരംഭം ആരംഭിക്കുന്നതോ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെയ്യുന്നതോ ഒഴിവാക്കുക. പച്ച നിറം നിങ്ങളുടെ ഭാഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഈ വർഷം ശനി നിങ്ങളുടെ ജാതകത്തിൽ പ്രാധാന്യം നൽകുന്നതിനാൽ തടസ്സങ്ങൾ നീക്കാനും നിങ്ങളുടെ ഊർജം സ്ഥിരപ്പെടുത്താനും പ്രകൃതിയിൽ സമയം ചെലവഴിക്കാൻ താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ശുപാർശ ചെയ്യുന്നു. പ്രിയ ഇടവം രാശിക്കാരെ, ഇന്ന് പല കാര്യങ്ങളാലും നിങ്ങൾക്ക് അല്പം അസ്വസ്ഥത തോന്നിയേക്കാം. എന്നാൽ മകരം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങൾക്ക് ചില സന്തുലിതാവസ്ഥ കണ്ടെത്താൻ സഹായിക്കും. നിങ്ങളുടെ സ്ഥിരോത്സാഹവും ക്ഷമയും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ വലിയ സ്വാധീനം ചെലുത്തും. ഇത് ദിവസാവസാനം നിങ്ങൾക്ക് സംതൃപ്തി നൽകും. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് ഒരു നല്ല കാഴ്ചപ്പാട് നിലനിർത്താൻ ഉപദേശിക്കുന്നു. ജീവിതം നിങ്ങളുടെ വഴിയിൽ എറിയുന്ന ഏതൊരു വെല്ലുവിളികളെയും ബുദ്ധിമുട്ടുകളെയും നിങ്ങൾ അതിജീവിക്കും. ഇന്ന് വൈകുന്നേരം 5:45 മുതൽ 7 മണി വരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യമുള്ള സമയം. വെളുത്ത നിറത്തിലുള്ള എന്തും ധരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഈ വർഷം രാഹുവിന്റെ വർദ്ധിച്ച സ്വാധീനത്തിൽ താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് ഉപദേശിക്കുന്നു. കരുണയും വൈകാരിക വ്യക്തതയും പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക പ്രതിവിധി സ്വീകരിക്കാം. പ്രതിവിധി: ഒരു വിശ്രമിക്കുന്ന ഇടവേള എടുക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, ചന്ദ്രൻ മകരം രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ പുതിയ തുടക്കങ്ങളും ശോഭനമായ ഭാവിയുടെ വാഗ്ദാനവും നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വന്നേക്കാം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഇത് ഒരു മികച്ച ദിവസമാണ്. കാരണം നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും ലഭിക്കും. വിമർശനങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക, അവയെ പോസിറ്റീവായി എടുക്കുക. ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ പ്രവർത്തിക്കുക. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉച്ചയ്ക്ക് 2:15 മുതൽ വൈകുന്നേരം 4 മണി വരെ പെട്ടതോ ശുഭകരമായതോ ആയ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഉപദേശിക്കുന്നു. പച്ചനിറം ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഈ വർഷം വ്യാഴം വികാസത്തെ നയിക്കുന്നതിനാൽ സമ്പത്ത് ആകർഷിക്കാൻ എന്തെങ്കിലും സൂക്ഷിക്കുക. പരിഹാരം: വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, മകരം രാശിയിലെ പൗർണമി കാരണം നിങ്ങൾക്ക് സാധാരണയേക്കാൾ കൂടുതൽ സമ്മർദ്ദവും ഭാരവും അനുഭവപ്പെടാം. എന്നാൽ ഇത് വേഗത്തിൽ കടന്നുപോകും. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ശുപാർശ ചെയ്യുന്നത് ഇന്ന് തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക എന്നതാണ്. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങൾക്ക് അടുത്തുള്ള ഒരാളുമായി കൂടിയാലോചിക്കാനും കുറച്ച് സമയം എടുക്കുക. ഒരു കൂട്ടം സംഭവങ്ങൾ കാരണം അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ സമ്മർദ്ദത്തിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ കഴിയും. അടിയന്തര കാര്യം കൈകാര്യം ചെയ്യാൻ ദിവസത്തിലെ ഏറ്റവും നല്ല സമയം രാവിലെ 9 മണി മുതൽ രാവിലെ 11 മണി വരെയാണ്. ആ സമയത്ത് നിങ്ങൾ വിജയിക്കും. വെള്ളി ചാരനിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യനിറമാണ്. ഈ വർഷം വ്യാഴം പരിവർത്തനപരമായ രോഗശാന്തി സജീവമാക്കുന്നതിനാൽ പ്രതിവിധി: പഴയ സുഹൃത്തുക്കളെ കാണുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ചന്ദ്രൻ മകരം രാശിയിൽ നിൽക്കുന്നതിനാൽ ഇന്ന് സാമ്പത്തിക നഷ്ടം പ്രവചിക്കപ്പെടുന്നു. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളെ ഉപദേശിക്കുന്നത് ഏതെങ്കിലും ബിസിനസ് നിക്ഷേപങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നത് ഒഴിവാക്കാനാണ്. ഇത് ശരിയായ സമയമല്ല. സാമ്പത്തിക നഷ്ടം വലിയ സമ്മർദ്ദത്തിന് കാരണമാകും. ഇത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഒരിക്കലും ചെയ്യാത്തതിനേക്കാൾ വൈകുന്നത് നല്ലതാണ്. അല്ലാത്തപക്ഷം വ്യക്തിപരമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും നിങ്ങളുടെ വീട്ടിൽ ഐക്യം കൊണ്ടുവരുന്നതിനും ഇന്നത്തെ ദിവസം മികച്ചതാണ്. വൈകുന്നേരം 5:30 മുതൽ വൈകുന്നേരം 6:30 വരെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമായ സമയം. നിങ്ങൾ വയലറ്റ് നിറത്തിലുള്ള എന്തെങ്കിലും ധരിച്ചാൽ
ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യകരമായിരിക്കും. രാഹുവിന്റെ നിഴൽ ഊർജം ആശയക്കുഴപ്പമുണ്ടാക്കാം. നിലയുറപ്പിക്കാൻ നിങ്ങളുടെ സ്ഥലത്ത് എന്തെങ്കിലും വെക്കുക. പ്രതിവിധി: ഒരു പുസ്തകം വായിക്കുക. പ്രിയ കന്നി രാശിക്കാരെ, ചന്ദ്രൻ മകരം രാശിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ദീർഘകാലമായി ചെയ്ത എല്ലാ കഠിനാധ്വാനത്തിന്റെയും ഫലം കൊയ്യാനുള്ള സമയമാണിത്. പണം, പ്രശസ്തി, വിജയം എന്നിവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എല്ലാത്തിനുമുപരി ജീവിതത്തിലെ ഈ നേട്ടങ്ങൾക്കായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അതിനാൽ നിങ്ങളുടെ ഏറ്റവും മികച്ചത് നൽകുന്നത് തുടരുക. നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. വൈകുന്നേരം ഈ എല്ലാം ആസ്വദിക്കാനും നിങ്ങളുടെ നേട്ടങ്ങളുടെ സൗന്ദര്യത്തിൽ മുഴുകാനും ഉപയോഗിക്കുക. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമാണ് എന്നാണ്. മഞ്ഞനിറം നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ശനിയുടെ നിയന്ത്രിത ഊർജം എന്തെങ്കിലും ധരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയും. പ്രതിവിധി: ഒരു പുതിയ ഹോബി പരീക്ഷിക്കുക. പ്രിയ തുലാം രാശിക്കാരെ, നിങ്ങൾ ആത്മാന്വേഷണത്തിന്റെ ചില നിമിഷങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾ വിശ്രമിക്കുകയും ഊർജം നിറയ്ക്കുകയും നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ കഠിനാധ്വാനിയായ ഒരു വ്യക്തിയാണ്. അത്തരം വിശ്രമ സമയങ്ങൾക്ക് നിങ്ങൾ അർഹനാണ് എന്ന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി എന്തെങ്കിലും പ്രത്യേകമായി ആസൂത്രണം ചെയ്യുക. അത് പൂർണ്ണമായി ആസ്വദിക്കുക എന്ന് താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. പ്രിയ തുലാം രാശിക്കാരെ, മകരം രാശിയിലെ ചന്ദ്രന്റെ സ്വാധീനം കാരണം നിങ്ങളിൽ ചിലർക്ക് സന്തോഷവും സമാധാനവും അനുഭവപ്പെടാം. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ അതനുസരിച്ച് നിങ്ങളുടെ ജോലികൾ ആസൂത്രണം ചെയ്യുക. ദിവസത്തേക്കുള്ള നിങ്ങളുടെ ഭാഗ്യനിറം സ്വർണ്ണ മഞ്ഞയാണ്. ശനിയുടെ ആധിപത്യം ചെറുക്കാൻ ഒരു രത്നം ഉപയോഗിക്കുക, അല്ലെങ്കിൽ 7 മുഖിരുദ്രാക്ഷം ധരിക്കുക. പ്രതിവിധി: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ചന്ദ്രൻ മകരം രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ നിങ്ങൾക്ക് നല്ലൊരു ദിവസമാണ് മുന്നിലുള്ളത്. ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് ഒരു റോളർ കോസ്റ്റർ യാത്രയായിരിക്കും. നിങ്ങൾ മാർക്കറ്റിംഗിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇത് ഇരട്ടി പ്രയോജനകരമാകും. ഭാഗ്യം ഇപ്പോൾ നിങ്ങളിൽ തിളങ്ങി നിൽക്കുന്നു. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു, നിങ്ങൾക്ക് നിരവധി സാധ്യതകളും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കും. നിങ്ങളുടെ ശ്രമങ്ങൾക്ക് നല്ല പ്രതിഫലം ലഭിക്കും. ഒരുപക്ഷെ ശമ്പള വർധനവിന്റെയോ ബോണസിന്റെയോ രൂപത്തിൽ. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ വൃശ്ചികം രാശിയിലെ ദൈനംദിന ജാതകം അനുസരിച്ച് മെറൂൺ നിറം നിങ്ങളെ ശാന്തവും ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും. വൈകുന്നേരം 3:30-നും 4:30-നുമിടയിൽ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളോ മീറ്റിംഗുകളോ ക്രമീകരിക്കണം. ഈ വർഷം ശനിയുടെ ശക്തമായ സ്വാധീനം നിങ്ങളുടെ ആന്തരിക വികാരങ്ങളെ തീവ്രമാക്കുന്നതിനാൽ വ്യക്തമായ ആവിഷ്കാരത്തെ പിന്തുണയ്ക്കാൻ താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. പ്രതിവിധി: ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മകരം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ മാനസികാവസ്ഥ അസ്വസ്ഥമായിരിക്കും. ഇന്ന് ആരുമായും, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി തർക്കിക്കാനോ വഴക്കിടാനോ പാടില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ വീട്ടിൽ സമാധാനം നിലനിർത്താനും വിശ്രമിക്കാനും കുടുംബാംഗങ്ങൾക്കിടയിലുണ്ടായ സമീപകാല തർക്കങ്ങളും നിരാശകളും ഒഴിവാക്കാൻ താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളെ ഉപദേശിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ശാന്തമായിരിക്കുക എന്നതാണ്. ശാന്തമായും വ്യക്തമായും സ്വയം പ്രകടിപ്പിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തീർച്ചയായും ശ്രദ്ധിക്കും. മെറൂൺ നിറം ധരിക്കുന്നത് നിങ്ങളെ ശാന്തമായി നിലനിർത്താൻ സാധ്യതയുണ്ട്. കാരണം ഇത് നല്ല ഊർജത്തെ ആകർഷിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ വൈകുന്നേരം 3:30 മുതൽ വൈകുന്നേരം 4:30 വരെ ഷെഡ്യൂൾ ചെയ്യണം. ഈ വർഷം വ്യാഴത്തിന്റെ ഭാഗ്യസ്വാധീനം ഉച്ചസ്ഥായിയിലാണ്. അവസരങ്ങളെ സ്വാഗതം ചെയ്യാൻ നന്ദി പരിശീലിക്കുക. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മകരം രാശിയിലാണ്. ഇന്ന് നിങ്ങളുടെ ദിവസം ആത്മപരിശോധനയ്ക്കും ആത്മാത്മചിന്തയ്ക്കുമായി മാറ്റിവെക്കുക. നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിക്കാനും പഴയ നല്ല ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാനും നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ തോന്നിയേക്കാം. താര സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നതനുസരിച്ച് ഇന്ന് നിങ്ങൾ ഒരു പുസ്തകം വായിക്കണം. കാരണം അത് നിങ്ങളുടെ ആത്മപരിശോധനയ്ക്ക് സഹായിക്കും.
അത്തരം കാര്യങ്ങൾ നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നിങ്ങൾ വളരെക്കാലമായി അന്വേഷിക്കുന്ന സമാധാനബോധം നൽകുകയും ചെയ്യും. അതിനാൽ നിങ്ങളുടെ ആത്മപരിശോധനാ സമയം ആസ്വദിക്കുകയും നിങ്ങളെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നേടുകയും ചെയ്യുക. എന്നാൽ ഈ പ്രക്രിയയിൽ അമിതമായി മുഴുകിപ്പോകരുത്. പകരം നിങ്ങളുടെ ദിനചര്യ പുനരാരംഭിക്കുമ്പോൾ അതേ ഊർജ്ജത്തിൽ ചിന്തിക്കാൻ ഈ സമയം ഉപയോഗിക്കുക. 2026-ൽ രാഹു അല്പം അസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനാൽ സ്ഥിരതയ്ക്കായി ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ധരിക്കുക. പ്രതിവിധി: സമ്മർദ്ദകരമായ സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മകരം രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ ജോലിസ്ഥലത്തെ അധികാരികൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അതുവഴി ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യാം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഈ സമയത്ത് അതീവ ജാഗ്രത പാലിക്കാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. തൽക്കാലം കാര്യങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഘട്ടം തിരിച്ചറിഞ്ഞ് ശാന്തമായി അതിൽ പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും നല്ല നടപടി. ഇന്ന് നിങ്ങളുടെ നയതന്ത്രപരമായ കഴിവുകൾ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നിങ്ങളെ സഹായിക്കും. മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതിന് ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പ് പ്രധാനപ്പെട്ട എന്തെങ്കിലും പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇന്ന് ഓറഞ്ച് നിറം നിങ്ങളുടെ ഭാഗ്യ നിറമായിരിക്കും. 2026-ൽ ശനിക്ക് നിങ്ങളുടെ പാതയിൽ ഒരു പ്രധാന സ്വാധീനം ഉള്ളതിനാൽ സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിന് നടപടികൾ കൈക്കൊള്ളാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളെ ഉപദേശിക്കുന്നു. പ്രതിവിധി: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, ചന്ദ്രൻ മകരം രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളിൽ ചിലർ സന്തോഷകരമായ മാനസികാവസ്ഥയിലായിരിക്കാം. ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ കഠിനാധ്വാനം സഹപ്രവർത്തകർ അംഗീകരിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ടാകും. നിങ്ങളുടെ ശാന്തവും സൗമ്യവുമായ വ്യക്തിത്വം കാരണം ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എല്ലായ്പ്പോഴും സഹായം ലഭിക്കുന്നത് ഇതുകൊണ്ടായിരിക്കാം. ആളുകൾ നിങ്ങളെ നിങ്ങൾ ആയിരിക്കുന്നതുപോലെ അഭിനന്ദിക്കുന്നതിനാൽ ആത്മവിശ്വാസമുള്ളവരും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കുക. വൈകുന്നേരം 4:30 മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. വയലറ്റ് നിറം ഇന്ന് നിങ്ങൾക്ക് ശുഭകരമാണ്. ഈ വർഷം ശനിയുടെ ശക്തമായ ഊർജ്ജം സന്തുലിതാവസ്ഥയ്ക്കായി വിവേകപൂർവ്വം ഉപയോഗിക്കുക. പ്രതിവിധി: ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.